ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു. ഒരു ശരത്കാല ദിവസം സ്വാമി വിവേകാനന്ദൻ ഒരു മഹാസിദ്ധന്റെ ആശ്രമ പ്രസ്ഥാനങ്ങളെപ്പറ്റി സംസാരിക്കുവാനായിട്ട് ചെന്നു. സംഭാഷണം കഴിഞ്ഞപ്പോൾ സിദ്ധൻ വിവേകാനന്ദനോട് പറഞ്ഞു, ആ മേശപ്പുറത്ത് നിന്ന് പുസ്തകം എടുക്കുക. വിവേകാനന്ദന് ലഭിച്ചത് ആ വർഷത്തെ മഴയെപ്പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകം ആയിരുന്നു. വായിക്കുവാനെടുത്ത ഭാഗം ശരത്കാലത്ത് വർഷിക്കുന്ന മഴയുടെ അളവിനെ കുറിച്ചായിരുന്നു. വായന തീർന്നപ്പോൾ ആ പുസ്തകം ഒന്നമർത്തി പിഴിയുവാൻ സ്വാമിയോട് സിദ്ധൻ അപേക്ഷിച്ചു. വിവേകാനന്ദൻ അപ്രകാരം ചെയ്തു. ആ സിദ്ധൻ ഇപ്രകാരം പറഞ്ഞു, ഇതുപോലെയാണ് മതശാസനം പഠിക്കാത്ത മതവിശ്വാസികളുടെ സ്ഥിതി. ഒന്നും നേടുകയോ ഒന്നും കൊടുക്കുകയോ ചെയ്യാത്ത വരണ്ട അവസ്ഥ. യേശുവിന്റെ അനുയായികൾ ആവണമെങ്കിൽ നാം അവന്റെ ഹിതാനുസരണം ജീവിക്കുവാൻ തയ്യാറാവണം. പ്രിയരെ, എഫേസ്യ സഭയിൽ വിളങ്ങി നിന്നിരുന്ന വിശ്വാസത്തെയും സ്നേഹത്തെയും പറ്റി കേട്ടിട്ട് ആ സഭയെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുന്ന വചനഭാഗമാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള ഭാഗങ്ങൾ. അപ്പോസ്തലൻ സഭയെപ്പറ്റി അഭിമാനം കൊള്ളുന്നത് ക്രിസ്തീയ ജീവിതത്തിന്റെ പരമപ്രധാനമായ 2 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, ക്രിസ്തുവിലുള്ള യഥാർത്ഥമായ വിശ്വാസം. യേശു ആരെന്ന് അറിയുക, അറിഞ്ഞവനിൽ വിശ്വസിക്കുക. ഏകരക്ഷകൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏക മധ്യസ്ഥൻ, സൗഖ്യദായകൻ, വീണ്ടെടുപ്പുകാരൻ, എല്ലാം എനിക്ക് ക്രിസ്തുവിൽ എന്ന് വിശ്വസിക്കുന്നിടത്താണല്ലോ നാം ആശ്രയിക്കുക. 2, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹം. സ്നേഹമാണല്ലോ വിശ്വാസത്തിന്റെ അളവുകോൽ. സ്നേഹം ജീവന്റെ ലക്ഷണമാണ്. സ്നേഹം കൽപ്പനകളുടെ പൂർത്തീകരണമാണ്. പ്രിയരെ, നാം ആയിരിക്കുന്ന സമൂഹത്തിൽ പരസ്പരം സ്നേഹിച്ച് എല്ലാവർക്കും നന്മ ചെയ്ത് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ 2 കാര്യങ്ങളിൽ തിളങ്ങുന്ന വിശ്വാസി ദൈവമക്കൾക്ക് അഭിമാനവും അനുഗ്രഹവുമാണ്. ആ അനുഗ്രഹം നമുക്കും ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ. നിന്നെക്കുറിച്ചുള്ള അറിവിന്റെ ധന്യതയിൽ ഞങ്ങളെ നടത്തണമേ. ആമേൻ.